ആരെങ്കിലും ഉണ്ടോ നിന്റെ ഉള്ളില്? ഉണ്ടെങ്കിൽ വന്ന് വാതിൽ തുറക്കടി. അല്ലാണ്ട് നിന്നെ സമയത്ത് കാലത്ത് എനിക്ക് സമയമില്ല. ഇതൊക്കെ തല്ലി പൊളിക്കോ? എന്താണ് നിനക്ക് അകത്ത് പരിപാടി? പല പരിപാടിയും കാണും. എവിടെയാടി വെങ്കടി? ആ എനിക്കറിയില്ല. മാറ് ഇല്ലെങ്കിൽ മാറ് ഇല്ലെങ്കിൽ മാറുന്ന് മാറ് നിക്കങ്ങട്. ഇതെന്താ മീന്? ആ മീനാണ്. എന്തേ? തിന്നുമ്പോ രസം കാണും. നാറ്റം പോണെങ്കി 4 ദിവസം എടുക്കും. അതിനെ നിന്നെ തീറ്റിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ തേറ്റി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടാ. ഓ പിന്നെ എടി നീ ആ മീൻ തൊടരുത്. നിന്നോട് നന്നാക്കാൻ ഞാൻ പറഞ്ഞ. ഇത് വാങ്ങിച്ചോണ്ട് വരാമെങ്കിൽ അത് ഉണ്ടാക്കാനും നന്നാക്കാനും കൊടുക്കാനും എനിക്കറിയാം. ഉണ്ടാക്കാൻ വന്നിരിക്കുന്നോള് എഴുന്നേക്കോട് ഉണ്ടാക്കണോള് ഞാൻ ചെയ്തോളാം. അതിനിപ്പോ ഞാനുണ്ടല്ലോ, ഞാൻ ചെയ്തോളാം. നിന്റെ ഒരു ചെയ്യല് എല്ലാം കൂടെ നീ ഒറ്റയ്ക്ക് ചെയ്യണ്ട. നിനക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പണികളുണ്ടല്ലോ ഇവിടെ, അതങ്ങ് ചെയ്താൽ മതി. അത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ആ അതാ പറഞ്ഞത്. അല്ലാതെ മൊത്തം കാര്യങ്ങൾ നീ അങ്ങ് ഏറ്റെടുത്ത് ചെയ്താലേ വെങ്കടി ആദ്യം ചവിട്ടി പുറത്താക്കി എന്നെയോ. ഇന്നലെ കണ്ടു നിന്റെ വെപ്പിന്റെ കേമത്തം. എരിവില്ല പുളിയുമില്ല. ഒരു വെപ്പേർത്തി വന്നിരിക്കണോട്. ഓ 1 കിലോ മീനിലേക്കാണ് 2 മുളകിട്ട് ചമ്മന്തി അരക്കണ പോലെ അരക്കണം നീ. ഇതിൽ ഇനി മുളകിടാനോ? അവളുടെ ഒരു അരപ്പ് ഒരു കൊന്തോട്ട് അറിയൂല. ഞണ്ടിന് അധികാരി പണി കിട്ടിയ മധുരമാണ്. അരക്കി. എന്റെ അമ്മ എന്തിനാ ഇത്രയും മുളക്? സാധാരണ ആൾക്കാരെ പോലെ അല്ലടി വെങ്കടി. തോന്നിയ പോലെ ഉണ്ടായി കൊടുത്താൽ മൂപ്പർക്ക് പിടിക്കില്ല. പിടിച്ചില്ലെങ്കിൽ നിനക്കെന്താ ചെയ്തല്ലേ? നിനക്ക് മടുക്കുമ്പോ മൂടും തട്ടിങ്ങ് പോയാ പോരെ. നീ പറയണ കേക്ക്. ഇത്രയും മുളകൊന്നും വേണ്ട. ചിലക്കണ്ടടി എന്നോട്. ഇതിന് മുതൽ ചെലവാക്കുന്നത് നിന്റെ കെട്ടിയാനൊന്നല്ലോ. മറക്കോട്ട് എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു. ഇതിന് ഇത്രയും മുളക് വേണം. ഇത് വെങ്കടി കഴിക്കണത് നിന്ന് നോക്കോ. പോകഞ്ഞിട്ട് പോയേ. വാങ്ങിച്ച മൊത്തം മുളകും അരച്ച് മത്തി തേച്ച് കൊണ്ടുവന്നിരിക്കുക. കഴുത എരിഞ്ഞിട്ട് വായിൽ വെക്കാൻ പറ്റുമോ? എന്നാ വെന്തട്ടുണ്ടോ? വെന്തട്ടില്ല. ഇടുന്നത് ഉപ്പും മുളകാണെന്നും അത് കൂടിപ്പോയാൽ കളയാനേ കൊള്ളൂന്ന് ഈ കോപ്പുണ്ടാക്കുമ്പോ ബോധം വേണം. മനസ്സിൽ വേറെ വല്ലതൊക്കെ ആലോചിച്ചേ ഈ തിന്നുന്ന സാധനം ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടാക്കാം. പക്ഷെ മേല ഇതുപോലൊരു പണി എടാ. തൃപ്തിയായല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞു. എനിക്ക് മനസ്സിലാവേണ്ടടി നിങ്ങളുടെ ഈ നാടകം കളി. മീൻ വറുത്തത് ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ ഈ പൊറാട്ട് നാടകം. എരിവ് കൂടി ഇത്രേ. എരിവ് കൂടിയാലേ എനിക്ക് തീരാണ്. എന്താ ആമാശയം തെറി പറയണേ തുടങ്ങിയ. നീയൊക്കെ കെട്ടിയാ നിക്കുവാടി. അതിന് എന്റെ കെട്ട് കണ്ടിട്ടില്ലല്ലോ നീ. വെറുതെ കാണാത്ത കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയല്ലേ. എന്തേ കാണണോ വേണോ? എന്താണിത്? കറേ ചെളിയാ കാക്കാട്ടോ. വാങ്ങിച്ചിട്ട് ഒരാഴ്ചയില്ല. ഇനി നാറിയ ഷർട്ട് ഇട്ടിട്ട് വേണം കച്ചവടത്തിന് പോവാൻ. എവിടെ വേറെ ഉണ്ടല്ലോ ഇടാൻ. ഏതൊന്നും തീരുമാനിക്കുന്നത് ഞാനാ. വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിലുള്ളപ്പോ നോക്കിയും കണ്ടും വേണം കൈകാര്യം ചെയ്യാൻ. മാറേ. അപ്പൊ കഴിക്കുന്നില്ലേ? ഞാൻ നല്ല ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിച്ചിട്ട് പോ. നിന്റെ ഒരു ഉപ്മാവ് പോവാ. നല്ല ഐശ്വര്യമായിട്ട് പോയി വാ. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാ വെങ്കിലിയുടെ ഡ്രസ്സൊക്കെ ഞാൻ കഴുകിയിട്ടോളാന്ന്. എന്നിട്ട് ഇപ്പൊ തട്ടി പറിച്ചോണ്ട് പോയിട്ട് എന്തായി കാര്യങ്ങള്? ഉണക്കാനായിട്ട് കാക്ക തൂറിട്ടുണ്ടാവൂടി. എടുത്തു വെക്കുമ്പോ നോക്കണേ. നീ എന്താ നോക്കാഞ്ഞത്? ദയവ് ചെയ്ത് നീ ഇനി ഇവിടെ ഒരു കാര്യവും ചെയ്യരുത്. നിന്റെ സേവനം എനിക്ക് മതിയായി. എനിക്ക് വയ്യ ചീത്ത കേൾക്കാൻ. നിനക്ക് സമയാസമയം ഞാൻ ഭക്ഷണം തരാം. കഴിക്കാൻ വേണ്ടി മാത്രം അടുക്കളയിലേക്ക് വന്നാ മതി. നിന്റെ തുണികളൊക്കെ നീ തന്നെ കഴുകിട്ടോ. അല്ലാണ്ട് ഈ വീട്ടിലെ വേറെ കാര്യങ്ങൾക്ക് ഇടപെട്ട ആണോന്ന് നോക്കില്ല, കൊലക്കി കളയും ഞാൻ.
സമി നിന്ന് എന്തീ പോണത്? എന്തീ പോണെന്ന്? പെട്ടെന്നുണ്ടായ കല്യാണമാണേ. കല്യാണം ശരിയാവലൊക്കെ ഒരു യോഗം അല്ലേ വെങ്കിടിയെ? ഇവിടെ ഏതെങ്കിലും തെണ്ടിയോളെ പെട്ടിരുന്നെങ്കിലേ. ഓ ഇതേതായാലും നന്നായി. ചെക്കൻ കാണാൻ ഗുണമില്ലെങ്കിലും പൂച്ചക്കാശത്രേ. യോഗം യോഗം. അതെ, ചായ ഇല്ല ഇവിടെ. രണ്ടുപേരും ഇവിടെ ഉണ്ടായിട്ട് എന്തോലെ തന്നിറക്കണോ? അതെ, ചായ ഒന്നും ഇല്ല ഇവിടെ. ചായ ഒന്നുമില്ലെന്ന്. ചായപ്പൊടി മനസ്സാര അകത്തുണ്ട്, വേണമെങ്കിൽ ഇട്ട് കുടിച്ചോ. ഞങ്ങളെ അത്യാവശ്യം പുറത്തു പോയിട്ട് വരാം. നീ വടിമാലേ വരട്ടെ. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തൊന്ന് പഠിക്കട്ടെ. അതന്നെ അല്ലേ? അല്ലാണ്ട് നമ്മൾ ഏത് കാലത്തുണ്ടാവും? എന്ത് ല്ലേ? ഞാൻ ഉണ്ടാക്കിയ അത്രയൊന്നും നന്നാവില്ല. ഹലോ, അതെ, എനിക്കൊന്നുമില്ല തിന്നാൻ. വിശക്കുന്നെങ്കിൽ എടുത്ത് കഴിച്ചോ, അവിടെ ഇരിക്കുന്നുണ്ട്. എന്ത് പച്ചപ്പപ്പടോ? ഇത് പൊരിച്ച പപ്പട. ഇപ്പൊ നിന്റെ നാണൊക്കെ മാറിയോ? അല്ലെങ്കിൽ നീ ഭയങ്കര നാണക്കാരനായിരുന്നല്ലോ. നീ മാജിക് പഠിച്ചിട്ടുണ്ടോ? ആളെ മാറ്റുന്ന മാജിക്. ഞാൻ ആളാകെ മാറിപ്പോയടോ. കണ്ടാ തോന്നുന്നില്ലേ? പിന്നില്ലേ? സാധനോ. നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടം തോന്നുന്ന ആൾക്കാർക്കൊക്കെ എന്നോട് ദേഷ്യ. കണ്ടെടുത്താ കണ്ടുകൂടാ. പക്ഷെ എനിക്കിഷ്ടാണല്ലോ. ശരിക്കും ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ല ഇങ്ങനെ ഒരു താലപ്പൊലിയെ കുറിച്ച്. ഞാൻ എല്ലാ കൊല്ലം പോവും. എന്തുമാത്രം ആണുങ്ങളാ പെണ്ണുങ്ങളായി ചമഞ്ഞൊരുങ്ങി വരുന്നതെന്ന് അറിയോ ഈ താലെടുപ്പിന്? നീയും മടി, നമുക്ക് ഒരുമിച്ച് പോവാം. ഏയ്, ഞാനൊന്നുമില്ല. പെണ്ണുങ്ങൾ തോറ്റുപോകും. വേണമെങ്കിൽ വന്ന് കണ്ടു നോക്ക്.
കളിക്കാൻ വരാൻ പറ്റിയ പറയണ പറ്റി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്നെ തല്ലണോ അത് കൊല്ലണോ? തല്ലണോ ഞാൻ? എനിക്ക് താല്പര്യം നിന്നൊരു പെൺവേഷം താല്പര്യം പോയി കളിക്കണേ. അടിക്കും ഞാൻ. അടിച്ചെന്ന് എന്തിനാ? കളിക്കാൻ വേണ്ടി നാട്ടിൽ കളിക്കണം. ആണും പെണ്ണും കിട്ടും നാളെ. വേഷം കെട്ടി നിന്നപ്പോൾ അവന്റെ കണ്ണിലെ തിളക്കം കാണുന്നു. അവനെ മാറ്റിയെടുക്കാനൊന്നും ആർക്കും കഴിയില്ല വെങ്കടി. മാറ്റാൻ പറ്റുമെന്നൊക്കെ ഉള്ള നമ്മുടെ വെറും തോന്നല. നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ എന്തിനാ ഇവിടെ നിക്കണേ? പോയാലോ? ശരിക്കും നിനക്ക് അവനോട് എന്തായിരുന്നു? പ്രേമോ? അവനെ പ്രേമിക്കാൻ എനിക്കെന്താ വട്ട? പക്ഷെ പാവട്ടോ. പാവാണ്. രണ്ടും കൂടി ഒളിച്ചോടി പോകുന്ന വരെ ഞാൻ ആലോചിച്ച്. ഒളിച്ചോടി പോയിട്ട് എന്തിനാ? ഇവരെ പോലുള്ള ആളുകളെ സ്നേഹിക്കാൻ തുടങ്ങി അങ്ങ് അറ്റത്തെ സ്നേഹം. വെറുതെ പിന്നെ കൊല്ലാൻ പോലും മടിക്കില്ല. ശ്രമിച്ചു കഴിഞ്ഞാലുണ്ടല്ല നിനക്ക് നല്ലൊരു സിനിമാ നടിയാവാ. എന്തായിരുന്നു ചിരിയും കളിയും പെരുമാറ്റവും കലകി. അവനോട് കാണിച്ച ഈ കളിയും ചെരിയും ഒക്കെ അഭിനയാണെന്ന് അവൻ അറിയുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുന്ന് സ്ഥലം വിടണം. അതാ നല്ലത്. അല്ലെങ്കിൽ നിന്നെ അവൻ തല്ലിക്കൊല്ലും. നീ എന്നോട് അഭിനയിക്കരുതല്ലേ? എന്താണ് നീ പറഞ്ഞത്? എന്തേലും പറ്റിയാ നിനക്ക്? ഇല്ല, കുഴപ്പമില്ല. അടി എന്നെ അടിച്ചവൻ അങ്ങനെ ആണുങ്ങളെ പോലെ അടിക്കണം. ആണും പെണ്ണും കെട്ട ശവമേ. ഇവനെ കൊണ്ട് എന്ത് ചെയ്യുന്നു പറ. അവനോട് നീയല്ലേ പറഞ്ഞ അവൻ നന്നാവില്ലെന്ന്. അവൻ നന്നായി. നേരത്തെ തന്നെ അടിച്ച് ഇപ്പൊ ചവിട്ടി. അവൻ നന്നാവും. തമ്പുരു തമ്പുരു കളിക്ക്. നന്നായി. അടിക്കരുത്, അടിക്കരുത്. പട്ടി കേറി പൊടിയത്. ഇനി നീ ഇവിടെ കേറിയാല് കേറ്.